നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ നിൽക്കുന്നത് ശ്രീലക്ഷ്മി അല്ല, കൺമണിയാണെങ്കിൽ ഞാൻ എൻ്റെ ശ്രീലക്ഷ്മിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാവും. ഈ അവസരത്തിൽ മറ്റാരെയും ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ മനസ്സാക്ഷിയല്ലാതെ. തന്നെ ഞാൻ പറഞ്ഞു വിടുന്നതിനൊപ്പം ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഇനിയും നീണ്ടൊരു കാത്തിരിപ്പിന് ഞാൻ ഒരുക്കമാണെന്ന് എന്നെ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ശ്രീലക്ഷ്മി ഇപ്പോൾ അടുത്തില്ല എന്നൊരു തോന്നലാണ് ഞാൻ അവളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നത്, അവളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നത്. ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ ഇനിയൊരു പുനഃപ്രതിഷ്ഠ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിച്ചാലും എനിക്കതിന് സാധിക്കില്ല. സാർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. സാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ശ്രീലക്ഷ്മിയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് മനസ്സിലായി. പ്രത്യേകിച്ചും ശ്രീലക്ഷ്മി പോലെ ആവാനുള്ള ഓട്ടത്തിനിടയിൽ ഞാൻ എപ്പോഴോ സാറിന്റെ ശ്രീലക്ഷ്മിയായി മാറി എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ സാർ ആഗ്രഹിക്കുന്ന ശ്രീലക്ഷ്മിയാവാൻ എനിക്ക് പറ്റാത്തിടത്തോളം കാലം ഞാൻ സാറിന്റെ ജീവിതത്തിൽ ഒരധികപ്പറ്റ് തന്നെയാ. എങ്കിലും ഞാനെന്ന് ചോദിച്ചോട്ടെ സാർ, എന്നെ പറഞ്ഞു വിടാതിരുന്നൂടെ? എല്ലാവരുടെയും സ്നേഹം ഇനിയും വേണമെന്ന അത്യാഗ്രഹത്തില് ചോദിച്ചു പോയതാ ഞാൻ. ബാക്കി വെച്ച സ്നേഹവും കരുതലും ആവോളം അനുഭവിച്ച് ഇവിടെ തന്നെ ജീവിച്ച് മരിക്കാൻ സാർ എന്നെ അനുവദിക്കണം. ക്ഷമിക്കണം. തന്റെ ഈ അപേക്ഷ ഞാൻ മുഖവിലക്കെടുത്താൽ തന്നെ അത് ഞാൻ ഇയാളോട് ചെയ്യുന്ന വലിയൊരു തെറ്റാവും. കാരണം താനിപ്പോ ചെറുപ്പമാണ്. ഇനിയും വലിയൊരു ജീവിത സാധ്യത തന്റെ മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. എന്റെ സ്വാർത്ഥ ഇഷ്ടത്തിനു വേണ്ടി താൻ ആ വാതിൽ കൊട്ടിയടയ്ക്കരുത്. തനിക്ക് മുന്നിലുള്ള വലിയ ലോകത്ത് ഇവിടെയുള്ളവരെ പോലെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്ന കുറെ പേർ തന്റെ ജീവിതത്തിലേക്ക് വരും. അന്ന് തനിക്ക് മനസ്സിലാവും ഇതെല്ലാം ഒരു മുത്തശ്ശി കഥയ്ക്ക് സമമായ കൗതുകം നിറഞ്ഞ കഥകൾ മാത്രമായിരുന്നു എന്ന്. ചിലപ്പോ അങ്ങനെയാവാം. മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോ ഇവിടെയുള്ളവരെ പോലെ എല്ലാവരും എന്റെ ജീവിതത്തിലേക്ക് വന്നാലും സാറിനെ പോലെ ഒരാളെ എനിക്ക് കിട്ടുമോ? ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ഭർത്താവ്, ഏതൊരമ്മയെ ആഗ്രഹിക്കുന്ന മകൻ. ഒരാളെ പോലെ 7 പേരുണ്ടെന്നൊക്കെ പറഞ്ഞാലും അതിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാ. പണത്തിനു വേണ്ടി കൺമണി എങ്ങനെ ഒരു വേഷം കിട്ടി. ഇപ്പോ ആ വേഷം അഴിച്ചു വെക്കാൻ സമയമായി. പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ അന്തമില്ലാതെ തുറന്ന ആ പെൺകുട്ടിയുടെ ജീവിതത്തെ തകർക്കുകയുള്ളൂ. അവളുടെ പണത്തിനു വേണ്ടിയുള്ള ആവശ്യങ്ങളെ, അവളുടെ നിവൃത്തികേടിനെ നമ്മൾ മറ്റൊരു തരത്തിൽ ചൂഷണം ചെയ്യുകയല്ല സണ്ട്ര. കളിയറിയാതെ കളിക്കളത്തിൽ നിൽക്കുന്ന അവളെ നമ്മൾ ഓരോ നിമിഷവും പറ്റിക്കല്ലേ. ഇതൊരിക്കലും എന്റെ ശ്രീലക്ഷ്മി അല്ല സണ്ട്ര. അതെനിക്ക് ഇതിനോടകം ബോധ്യപ്പെട്ടു കഴിഞ്ഞു. എന്നെയും എന്റെ പ്രണയത്തെയും ഓർക്കാൻ തക്കവണ്ണം പല സാഹചര്യങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു നിമിഷത്തിൽ പോലും രവിയെ ഓർക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഉറപ്പിച്ചെനിക്ക് പറയാൻ പറ്റും ഇപ്പൊ ഇവിടെയുള്ളത് എന്റെ ശ്രീലക്ഷ്മി അല്ല എന്ന്. എന്ത് കാര്യം കൊണ്ടായാലും എന്നെ അപരിചിതനായി കണ്ട് അകറ്റി നിർത്താൻ ഒരിക്കലും എന്റെ ശ്രീലക്ഷ്മിക്ക് കഴിയില്ല. വാക്കുകൾ കൊണ്ടല്ലാതെ മനസ്സുകൊണ്ട് പ്രണയിച്ചവർക്ക്
ഒരിക്കലും അന്യോന്യം ഒന്നും മറച്ചു വെക്കാൻ ഒരു പരിധിക്കപ്പലും ആവില്ല സാൻഡ്ര. സാറ് പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. ഇത് ശ്രീലക്ഷ്മിയാണെന്ന് വിശ്വസിക്കാൻ സാറ് കണ്ടെത്തിയ ന്യായീകരണങ്ങള് ആദ്യം ശരി. ഇപ്പൊ നേരെ വിപരീതമായി ചിന്തിച്ച് ഇത് ശ്രീലക്ഷ്മി അല്ല എന്ന വിശ്വാസത്തിൽ എത്തി നിൽക്കുന്ന സാറിനോട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എങ്കിലും ഒരു കാര്യം പറയാതെ പോകാനും ആവില്ല. ചില ഇഷ്ടങ്ങൾക്ക് ജീവനോളം വിലയുണ്ടെന്ന് മനസ്സിലായാൽ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവരോട് പല രീതിയിലും പെരുമാറേണ്ടി വരും. പരസ്പര ഇഷ്ടത്തില് സന്തോഷം മാത്രം ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. മനസ്സ് മുറിയുന്ന വേദനയിലും അനുസരണയോടെ ഒരാൾ മറ്റൊരാളെ പിരിയാൻ തയ്യാറായാൽ ആ ഇഷ്ടത്തെ ഒരു ത്രാസിലും നമുക്ക് അളക്കാനാവില്ല സർ. രണ്ടുപേര് ഒന്നിച്ച് നടന്ന വഴികളില് ഇനി ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് സാറ് തിരിച്ചറിയണം. ആ ഒറ്റപ്പെടൽ നമ്മളായിട്ട് തന്നെ വരുത്തി വെച്ചതാണെന്ന് മനസ്സിലാക്കണം. സാൻഡ്ര പറയുന്നത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ഒറ്റയ്ക്ക് നടന്നു നീങ്ങാൻ തുടങ്ങുന്ന എൻ്റെ അരികിലേക്ക് ഒരിക്കൽ ശ്രീലക്ഷ്മി വരും. ആ കാത്തിരിപ്പാണ് ഇനി എൻ്റെ ജീവിതത്തിന്റെ ആധാരശില. സർ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.